നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിൽ അവലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. 3/4 കപ്പ് ഉഴുന്ന്, 1 സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് കുതിരാനായി മാറ്റിവെക്കാം. കഴുകിയതിന് ശേഷം കുതിർക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റും. പിന്നെ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് വേണ്ടത്. ഇഡ്ഡലി റൈസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇഡ്ഡലി റൈസ് തന്നെ വേണം, എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂ. അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനായി മാറ്റിവെക്കാം. 5-6 മണിക്കൂറിന് ശേഷം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. തണുത്ത വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാലും നമുക്ക് അത് ചൂടാവാതെ കിട്ടും. അതിനുശേഷം അരിയും ഇതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5-6 മിനിറ്റെങ്കിലും നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിൽ എയർ ബബിൾസ് വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് അതിന് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. മിക്സ് ചെയ്യേണ്ട, പിന്നെ വിതറി കൊടുത്തിട്ട് നമുക്ക് അത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മാവ് നല്ലപോലെ പൊങ്ങി വരും. ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത്, ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഒരുപാടങ്ങ് ലൂസാവാനും പാടില്ല, ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല. ഇത് തിളച്ചതിന് ശേഷം മാത്രമാണ് ഇഡ്ഡലി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മാവ്. ആദ്യം തന്നെ മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി ചുട്ടെടുക്കരുത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് മാത്രമാണ് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് എല്ലാ പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് വിടിവിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ തട്ടും വെച്ച് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ 10 മിനിറ്റ് മാത്രമേ വെക്കാറുള്ളൂ ഗ്യാസിൽ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ എല്ലാ സൈഡിലും വെന്തിട്ട് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇഡ്ഡലി. നമുക്കതൊരു കുറച്ച് തണുത്ത വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് ഇഡ്ഡലി പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, ഇരുന്ന് ഹാർഡാവുകയും ചെയ്യില്ല. ഇപ്പോൾ ഇഡ്ഡലി ഇതാ തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ട് ഇഡ്ഡലി. നമുക്ക് അതൊന്ന് മുറിച്ചെടുത്ത് കൂടി നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ഉണ്ട് ഇതെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമ്മുടെ ഇഡ്ഡലി ഒരിക്കലും നമുക്ക് ഫ്ലോപ്പ് ആവില്ല.